ഹായ് ഫ്രണ്ട്സ്, ഞാനും മോനും കുറേ മണിക്കൂറുകളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, ടെൻഷൻ അടിച്ച്. ഇനിയിപ്പം കുറച്ച് സമയം കൂടെ ഉള്ളൂ. ശരിക്കും വല്ലാത്തൊരവസ്ഥയിലാണ്. ഇന്നലെയാണ് ഉറങ്ങിയിട്ടില്ല. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ശരിക്കും ഞാൻ ഉറങ്ങിയിട്ട് പോലും ഇല്ല. ഇങ്ങനെ ചിന്തയായിരുന്നു. രാവിലെ ആയപ്പോൾ ഉറക്കം വന്നിട്ട് ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ ഇനിയിപ്പം ഇങ്ങനെ 3 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 8 മണിയെന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതെൻ്റെ ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. 8 മണിയല്ല, 3 മണിയാണ്. എനിക്ക് 3 മണിയാണെന്ന് തന്നെ അറിയായിരുന്നു, പക്ഷേ ഞാൻ പറയണത് പോലും എനിക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല. അത്രയോ അവസ്ഥയിലായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ പറയാം, 3 മണിക്കാണ് റിസൾട്ട് വരുന്നത്. 3 മണി എന്നുള്ളത് ഒരു 4 മണിയൊക്കെ ആവും നമുക്ക് റിസൾട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി വരുമ്പോഴേക്കും. എന്തായാലും എൻ്റെ മോനാണെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് അന്ന് മുതൽ അവൻ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കണൊക്കെ രാവിലെ നേരം വിളക്കൊന്നും എഴുന്നേക്കത്തില്ല. ഇത്തിരി ലേറ്റായിട്ടൊക്കെ ആയിരുന്നു എഴുന്നേറ്റുകൊണ്ടിരുന്നത്. അവൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പേപ്പറുമായിട്ട് വെച്ച് ഇങ്ങനെ കണക്ക് കൂട്ടുമായിരുന്നു. പ്ലസ് എത്ര കിട്ടും എന്നൊക്കെ, 10 എത്രണ്ണത്തിന് കിട്ടും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണക്ക് കൂട്ടലൊക്കെ ആയിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു, ഇത്രയും ടെൻഷനൊന്നും അടിക്കണ്ട, എന്തായാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഇനിയിപ്പം തോറ്റാൽ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ അവനെ വഴക്ക് പറയാനോ അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ഇനി സംഭവിച്ചാൽ തന്നെ അത് നമുക്ക് പിന്നീട് നമ്മുടെ സമയമല്ല ഇത് എന്ന് നമ്മൾ കരുതുക. നമുക്ക് സമയം ഇനി വേറെയുണ്ട് എന്ന് അങ്ങനെ കരുതി അങ്ങനെ ഇത് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവനെ വഴക്ക് പറയാനും ഇതിനൊന്നും പോകത്തില്ല. എല്ലാ പേരൻസും അങ്ങനെ ആയിരിക്കണം. മക്കളെ നമ്മൾ കൂടെ ചേർത്ത് നിൽക്കുക. നമുക്ക് SSLCയുടെ റിസൾട്ട് നമുക്ക് പ്രധാനമാണ്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും SSLCയുടെ റിസൾട്ടിനേക്കാൾ നമുക്ക് പ്രധാനം നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എന്ത് വിജയം എന്ത് തന്നെയായാലും അവരെ കൂടെ ചേർത്ത് നിർത്തണം. പിന്നെ അവരാണ് നമുക്ക് പ്രധാനം. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കണം. കുട്ടികളും അത് മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു തോൽവിയോ അല്ലെങ്കിൽ ഒരു വിഷയമോ അല്ലെങ്കിൽ 2 വിഷയമോ A+ കുറയുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടില്ല എന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ആവരുത്. അല്ലെങ്കിൽ ദുർബുദ്ധിയൊന്നും കാണിക്കരുത്. ഇപ്പോഴത്തെ കുട്ടികൾ ചിലർ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. നിങ്ങളൊക്കെ നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. പേരൻസിനെ വിഷമിപ്പിക്കരുത്. പേരൻസ് അവരെയും വിഷമിപ്പിക്കരുത്. അവരെ കൂടെ ചേർത്ത് നിർത്തണം. നമുക്ക് പഠിക്കാനുള്ള സമയം ഇനിയും കിടപ്പുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇനി പോയാൽ തന്നെ സേയൊക്കെ എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനത്തെയൊക്കെ ഒരു ചാൻസ് ഉണ്ടല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഒരു പ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരണം അടുത്ത എക്സാം എഴുതാനായിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും അത്ര ഒരു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും സമാധാനത്തിൽ ഇരിക്കുക. പേരൻസ് ആണെങ്കിലും അതെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ടെൻഷനുണ്ടെങ്കിലും ഞാൻ എന്ത് വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു മനസ്സ് പാകപ്പെടുത്തി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ആരും ഒരു ദുർബുദ്ധിയൊന്നും കാണിച്ചേക്കരുത്. എനിക്കാണെങ്കിൽ ഈ റിസൾട്ട് വരുന്ന സമയത്ത് TV-യിൽ ന്യൂസിലും അതുപോലെ തന്നെ പത്രത്തിലുമൊക്കെ ഈ കുട്ടികൾ ദുർബുദ്ധി കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പല സമയങ്ങളിലും വന്നിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഈശ്വരാ, കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ എന്താണ് ഇങ്ങനെ മനസ്സ് വന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. ഒരു അമ്മയുടെ ഒരു സങ്കടമാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാരുടെയും വിഷമമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ഒന്നും ചെയ്തേക്കരുത്. റിസൾട്ടല്ല പ്രധാനം, നിങ്ങളാണ് പ്രധാനം. എല്ലാ അമ്മമാർക്കെന്നല്ല, എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അവരവരുടെ മക്കൾ തന്നെയാണ് പ്രധാനം. അത് കഴിഞ്ഞേ ഉള്ളൂ റിസൾട്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിജയിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അത് പിന്നെ എല്ലാ പേരൻസിനും ഉണ്ടാകത്തില്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും റിസൾട്ട് ഇനിയിപ്പം സമയം അധികം ഇല്ല. എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഇങ്ങനെ സൈറ്റുകളിലൊക്കെ എല്ലാ സൈറ്റുകളും നോക്കി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പം എപ്പോഴാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ.
എന്തായാലും ആരും നിരാശപ്പെടേണ്ട. റിസൾട്ട് എല്ലാവർക്കും സന്തോഷമായ ഒരു റിസൾട്ട് കിട്ടും. എല്ലാവർക്കും നല്ലൊരു വിജയം വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മോന് മാത്രമല്ല, എല്ലാ മക്കൾക്കും നല്ല വിജയം കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുണ്ടാവും. എന്തായാലും ഇനിയും തുടർന്നുള്ള പഠനങ്ങൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോൻ നല്ല ഗെയിം കളിക്കാരനാണ്. അവനൊരു രക്ഷയില്ല. അവനെ നമ്മൾ കണ്ണ് തെറ്റി അവൻ ഫോണെടുത്ത് ഗെയിം കളിക്കും. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പേരൻസിനും അതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഗെയിമൊക്കെ കളിക്കാൻ നിങ്ങളൊരു സമയം കണ്ടെത്തിയിട്ട് ഒരു ടൈമിന് മാറ്റി വയ്ക്കുക. അത് ഇത്ര സമയത്തേക്കാക്കി നിങ്ങൾ ചുരുക്കുക. എന്നിട്ട് നിങ്ങൾ പഠിത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പഠിത്തമില്ലാതെ ഇന്നത്തെ കാലത്തൊന്നും നടക്കത്തില്ല. അപ്പോൾ പഠിച്ച് നമ്മൾ വിജയിച്ച് നമ്മളൊരു നല്ല ലെവലിൽ എത്തുവാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുടുംബം കൊണ്ടുപോകേണ്ടവരാണ് ആൺകുട്ടികളാണെങ്കിൽ. പെൺകുട്ടികളാണെങ്കിലും അതേ, ഇന്നത്തെ കാലത്ത് മാറി നിൽക്കാൻ പാടില്ല. എല്ലാവർക്കും ഒരു ജോലി അത്യാവശ്യമാണ്. അപ്പം ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മളെ ആരും എങ്ങും നമ്മൾ തോക്കത്തില്ല. നമുക്ക് എന്ത് തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ എന്ത് വന്നാലും നമുക്ക് ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതൊരു പെൺകുട്ടിക്കും സാധിക്കും. ആൺകുട്ടികൾക്ക് മാത്രമല്ല, ഒരു പെൺകുട്ടിക്കും ഒരു കുടുംബം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങളിലും പഠിച്ച് മുന്നേറാൻ നോക്കുക. എല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തിലേക്കാണോ പോകാൻ പറ്റണം അതിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ +1 +2 നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ എല്ലാവർക്കും 10ാം ക്ലാസ്സിലൊരു വിജയാശംസകൾ നേരുന്നതിനോടൊപ്പം തന്നെ +1 +2 നന്നായിട്ട് പഠിച്ച് മുന്നേറാനും കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളൊക്കെ കിട്ടട്ടെ എന്നാണ്. മാധവനാണെങ്കിൽ ബയോമാത്സ് എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അത് റിസൾട്ടിൻ്റെ പോലെ ഇരിക്കും. അപ്പം ബയോമാത്സ് എടുത്ത് അവന് നീറ്റ് എഴുതണം. പിന്നെ അതുകൂടാതെ പിന്നെ എന്താണെന്നുള്ളതൊന്നും മുന്നോട്ടുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പോകുന്നു. എന്തായാലും ഞാൻ നിങ്ങളെ അറിയിക്കും അവൻ എന്താണ് പഠിക്കാൻ പോകുന്നതെന്നുള്ളതും എല്ലാം ഞാൻ പിന്നീട് ഓരോ സന്ദർഭങ്ങളിലും ഞാൻ നിങ്ങളെ അറിയിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഒക്കെ എന്നോടൊപ്പം എൻ്റെ മോൻ്റെ ഒപ്പം ഉണ്ടാവണം. എന്തായാലും ഇനി റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ വീഡിയോ ഇടും. അതിലവനുണ്ടാവും. അവൻ വരാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ വീഡിയോയിലൊന്നും വരണ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ഗിഫ്റ്റ് അവന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുൾ A+ ആണെങ്കിൽ അവനൊരു നല്ലൊരു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഗിഫ്റ്റ് ഇപ്പോൾ കൊടുക്കത്തില്ല, കുറച്ച് 2 മാസം കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അത് അവനറിയാം. ഓഗസ്റ്റിലേ ഞാൻ കൊടുക്കും. ഓണത്തിനായിരിക്കും ആ ഗിഫ്റ്റ് ഞാൻ അവന് പ്രസൻറ്റ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവന് ഫുൾ A+ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വീഡിയോയിൽ വരണമെന്ന് ഞാൻ അവനൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു, എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അമ്മേ പ്രാർത്ഥിക്കുക എല്ലാവരോടും, എല്ലാ ദൈവങ്ങളോടും. ശരിക്കും പറയാമല്ലോ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പോൾ സമയം ഉച്ചയായി. ഇത്രയും നേരമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. കഴിക്കാനോ പാചകം ചെയ്യാനോ ഒന്നിനും കൈയും കാലും ആടുന്നില്ല. ആ അവസ്ഥയിലാണ്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുക. പിന്നെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കാണാം നമുക്ക് കേട്ടോ. താങ്ക് യു.